അയ്യപ്പൻ കോവിലിൽ ഭവന പദ്ധതിക്ക് അർഹരായവർക്ക് കൈവശരേഖ ലഭിക്കാത്തത് തിരിച്ചടിയാകുന്നു. മൂന്നുചേനിൽ താമസിക്കുന്ന 16 ഗുണഭോക്താക്കളാണ് കൈവശരേഖ ഇല്ലാത്തതിനാൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ വലയുന്നത്. മൂന്നുചേനിൽ പട്ടയം നൽകുമെന്ന് സർക്കാർ പറയുമ്പോഴും കൈവശരേഖ പോലും റവന്യൂ വകുപ്പ് നിഷേധിക്കുകയാണെന്നതാണ് ആക്ഷേപം. PMAY പദ്ധതിയിൽ അതിദരിദ്രരുടെ പട്ടികയിലുള്ള ഗുണഭോക്താക്കൾക്കാണ് റവന്യൂ വകുപ്പ് കൈവശരേഖ നൽകാത്തത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ 16 പേരാണ് കൈവശരേഖയ്ക്കായി കാത്തിരിക്കുന്നത്. വൈദ്യുതി വകുപ്പിന്റെ എതിർപ്പാണ് റവന്യൂ വകുപ്പ് രേഖ നൽകാത്തതെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. പട്ടികയിൽ മുൻഗണനാക്രമത്തിൽ ആദ്യ സ്ഥാനത്ത് കിടക്കുന്ന അതിദരിദ്രരായ 16 കുടുംബങ്ങൾക്കാണ് കൈവശരേഖ നിഷേധിക്കുന്നത്. മൂന്നുചേനിൽ പട്ടയം നൽകുമെന്ന് സർക്കാർ ആണയിട്ട് പറയുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 16 പേരുടെ കൈവശരേഖ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. പട്ടികയിൽ ഇവർക്ക് പിന്നിലുള്ള മൂന്നുചേനിൽ പെടാത്ത പട്ടയമില്ലാത്ത ഭൂമിക്ക് കൈവശരേഖ റവന്യൂ വകുപ്പ് നൽകുകയും ചെയ്തു. വീട് അനുവദിച്ചിട്ടുണ്ട്, അതുപോലെ അനേകം ആൾക്കാർക്ക് വീട് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ വില്ലേജിൽ നിന്നോ ഒന്നും കൈവശരേഖയൊന്നും തരത്തില്ല. അതുകൊണ്ട് സർക്കാർ ഇടപെട്ട് ഇതിന് എന്തെങ്കിലും നീക്കുമൊക്കെ ഉണ്ടാകുമെന്ന് അതൊന്നും നടക്കുന്ന ഒരു കേസുമില്ല. ഈ PMAY വീടാകാം അനുവദിച്ചേക്കുന്നത്. അതിനെന്തേലും നടപടി ഈ രാഷ്ട്രീയക്കാരും ഒന്നും നോക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇത് പറയുന്നത് കൈവശരേഖ അങ്ങോട്ട് അയച്ചിട്ട് താലൂക്കിലോട്ട് അയച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ താലൂക്കിൽ നിന്ന് ഒരു നടപടി ഉള്ളതായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുമില്ല, വില്ലേജിലോട്ടൊന്നും വന്നിട്ടുമില്ല. ഈ കുടുംബങ്ങൾക്ക് കൈവശരേഖ ലഭിക്കുന്നതിനായി പഞ്ചായത്ത് പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ജില്ലാ വികസന സമിതിയിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പട്ടികയിൽ മുന്നിലെത്തിയപ്പോൾ അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതീക്ഷ നശിച്ചിരിക്കുകയാണ്. മൂന്നുചേനിൽ പട്ടയം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം വ്യാജ പ്രഖ്യാപനമാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.